What's up guys, it's me Bidin. Welcome back to Moto Craze vlogs. മച്ചന്മാരെ MCBയുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു ബജാജിൻ്റെ ഒരു നല്ലൊരു കമ്മ്യൂട്ടർ ബൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് വ്ളോഗ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം എനിക്ക് തോന്നിയത് അത്യാവശ്യം എല്ലാവരും ഇത് പരിചയപ്പെടുത്താൻ പറ്റിയൊരു വണ്ടിയൊന്ന് റൈഡ് ചെയ്തപ്പോൾ തോന്നി. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്താണ് നമ്മളിതിൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോയേക്കാം. I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly, thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative. അപ്പോൾ ഗൈസ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബജാജിൻ്റെ CT110X എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് CT100 എന്നുള്ള ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ബജാജിന് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കി കൊടുത്തൊരു വണ്ടിയാണ് CT100. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അപ്ഗ്രേഡ് എന്നുള്ള വേർഷനിലും പുതിയ BS6 വന്നപ്പോഴാണ് ഈ 110X ഇപ്പം മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കയ്യിലുള്ള ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബജാജിൻ്റെ CT110Xൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ മേളിലാണെങ്കിൽ ചെറിയൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലാണെങ്കിൽ ഒരു DRL-ആയിട്ടൊരു LED സെഗ്മെൻ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് തെളിച്ച് കാണിച്ചു തരാം. ഇതുപോലെ LED സെഗ്മെൻറ്റും LED സെക്ഷൻ പെട്ട ഒരു ഇതാണ് വരുന്നത്. LED ആണ് ഇതിൻ്റെ വരുന്നത്. താഴെ മെയിൻ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാർജൻ സാധാ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ഓഫ് റോഡ് ഈ ഹിമാലയൻ്റെ ഒക്കെ ഫ്രണ്ടിലോട്ട് നോക്കുന്ന ഒരു ലുക്കുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന ഫ്രണ്ട് ഫെൻഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇതിൻ്റെ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ. ഇതിൻ്റെ അതൊരു ഓഫ് റോഡ് പോലെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫ് റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ടയറും ഈ ഫെൻഡറും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. തന്നെ ഇതിന് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം. പിന്നെ ഇത് ഇവിടെ നോക്കുക, അതിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം കാണിച്ചു തരാതെ. ഈ ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ബൂട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരുപാട് ഈ മഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബൂട്ട് ഇവിടെ ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് അത്യാവശ്യം റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടിയല്ല, പക്ഷേ ഞാൻ ഇതിങ്ങനത്തെ ചില ഫീച്ചേഴ്സ് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ടയർ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതും രണ്ടും ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടയറാണ്. അതായത് അത്യാവശ്യം കട്ട വരുന്ന ഒരു ടയറാണ്. അപ്പോൾ ഇത് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി ജസ്റ്റ് യൂസ് ചെയ്യാം. അതായത് സാധാരണക്കാരുടെ ഓഫ് റോഡ് ഉദ്ദേശം കൂടെ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഇത് കാണുമ്പോൾ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയാണ് ടയറിൻ്റെ ഇത് വരുന്നത്. ടയറിന് അത്യാവശ്യം വലിയ വൈഡൊന്നുമല്ല, നോർമൽ ടൈപ്പ് ടയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടയർ വരുന്ന 17 ഇഞ്ചിൻ്റെ വീൽ സൈസ് വരുന്ന ഒരു ടയറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു അതിമനോഹരം എന്നൊന്നും പറയാനില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു ടാങ്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അത് CT എന്നൊരു ബാഡ്ജിങ് ചെറുതായിട്ട് ഒരു ഗ്രാഫിക്സ് ഡിസൈനുണ്ട്. ഇത് ബ്ലൂ കളറാണ് വരുന്നത്. 4 കളർ ഷെയ്ഡുകളാണ് മെയിനായിട്ടും വരുന്നത്. ബ്ലൂ, റെഡ്, ഗ്രീന്, പിന്നെ ഒരു സിൽവർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു സാധനം ഇതാണ്, ഇതിൻ്റെ ഈ ക്രാഷ് ഗാർഡ്. നിങ്ങൾ നോക്കി അറിയാം. ഇതിൻ്റെ ക്രാഷ് ഗാർഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ക്രാഷ് ഗാർഡ് കാണുമ്പോൾ അറിയാം നല്ല കട്ടിക്ക് തന്നെ. ഇവിടെ ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാഡിങ് കൊണ്ട് എനിക്ക് തോന്നുന്നത് 2 യൂസ് ഉണ്ട്. ഒന്നാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോഗ് ലാമ്പ് ഇപ്പോൾ എവിടെയെങ്കിലും ഓഫ് റോഡോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പം വെട്ടം കുറവാണെങ്കിൽ ഫോഗ് ലാമ്പ് വേണമെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം. അതിന് വേണ്ടിയൊരു പാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ടൈറ്റാണ്. വണ്ടിയൊന്നും മറിഞ്ഞു വീണാലൊന്നും വണ്ടിക്കൊന്നും യാതൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രാഷ് ഗാർഡ്, നല്ല അതിമനോഹരമായ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ബലമുണ്ട് ഇതിന്. പിന്നെ ഈ വണ്ടിക്ക് 2 ഓപ്ഷനുണ്ട്. കിക്ക് സ്റ്റാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്. ഇത് സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇനി നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ വരുന്ന ബജാജിൻ്റെ DTSI ടെക്നോളജി, ബാറ്ററി ടെക്നോളജിയായ DTSI ഡുവൽ സ്പാർക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഈ എഞ്ചിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഹോഴ്സ് നമുക്ക് പറയാം. അതായത് 115 cc ഉള്ളൊരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 8.6 PS അറ്റ് 7000 RPM-ലും അതുപോലെ 9.8 Nm ടോർക്കറ്റ് 5000 RPM-ലാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പവർ. അത്യാവശ്യം ഒരു നോർമൽ യൂസിന് ഇത് ധാരാളമാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഒരു 80 കിലോമീറ്റർ 85 കിലോമീറ്റർ മൈലേജ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു എഞ്ചിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ടാങ്കിൻ്റെ മുകളിലോട്ട് വരുമ്പം ഇവിടെ ടാങ്കിന് നമുക്കൊരു പാഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് സ്ക്രാച്ചൊന്നും വരാതിരിക്കാൻ വേണ്ടി അവർ പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ ഒരു സൈഡ് വ്യൂ. പിന്നെ ഇവിടെ ഒരു 110X എന്ന് പറയുന്ന
ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 110X, സോറി 110 അല്ല 110X, എൻ്റെ വലുപ്പം അങ്ങനെ കേട്ടോ, തെറ്റിപ്പോയി. അതായത് ഈ സീറ്റൊക്കെ ആണെങ്കിൽ പിന്നെ ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ്, ഒരു ഫ്ലാറ്റ് സീറ്റാണ് വരുന്നത്. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം എന്താണ്, ഒരു കുഷനിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടൈപ്പ് സീറ്റാണ്. അതായത് ഹാർഡും അല്ല സോഫ്റ്റും അല്ലാത്തൊരു ടൈപ്പ് സീറ്റ്. യാത്രാ സുഖമൊക്കെ ഉണ്ട്, രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റ്. പിന്നെ അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്ന 10.5 ലിറ്ററാണ്. അപ്പോൾ സീറ്റിന് ബാക്കിലായിട്ട് നിങ്ങൾക്കൊരു ഗ്രാബ് റെയിൽ കാണാൻ പറ്റും. ആ ഗ്രാബ് റെയിലിൻ്റെ പുറകിൽ തന്നെ നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനൊരു ആഫ്റ്റർ മാർക്കറ്റൊക്കെ സാധാരണയായിട്ട് ഫിറ്റ് ചെയ്യുന്ന കൂട്ടൊരു കരിയർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ വണ്ടിയിൽ ഒരുമാതിരി ഈ എന്നാ പറയണേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതൊക്കെ ഈ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത്യാവശ്യം നല്ല ബലമുണ്ട് ഈ സാധനത്തിലൊക്കെ. ഇത് നോക്കിയാൽ ഇവിടെ ഒരു പാഡിങ് ഉണ്ട്, അത്യാവശ്യം നല്ല ബലമുണ്ട്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ലഗേജൊക്കെ ചെറിയ ടൂറിംഗ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ് പിന്നെ ഈ ബാക്കിലായിട്ട് കാണുന്നത്. ഇത് സാധാരണ നമുക്ക് ബജാജിൻ്റെ ഡിസ്കവർ അങ്ങനെയുള്ള സെക്ഷനിൽ കാണുന്ന പണ്ടത്തെ മോഡൽ ഒരു ഇൻഡിക്കേറ്ററാണ്, ഹാലജനാണ് വരുന്നത് ഇൻഡിക്കേറ്റർ. പിന്നെ ബാക്കിലത്തെ ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്. ഈ ടെയിൽ ലൈറ്റ് വരുമ്പം സാധാരണ ഹാലജൻ ബൾബാണ് വരുന്നത്. തന്നെ ഇതൊരു ബോക്സർ, പണ്ടത്തെ ബോക്സർ, ബജാജിൻ്റെ ബോക്സറിൻ്റെ ടൈപ്പ് ഡിസൈനാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സാധനം കാണാൻ പറ്റും. ഇതിൻ്റെ ഇങ്ങേ സൈഡിലും ഇതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ലേഡീസ് ഫുഡ് റെസ്റ്റ് പോലത്തൊരു ഫുഡ് റെസ്റ്റ് ഇങ്ങേ സൈഡിൽ, അതായത് വണ്ടിയുടെ റൈറ്റ് സൈഡിലും ഈ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ സൈലൻസറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കാലൊന്നും പൊള്ളാതിരിക്കാനുള്ള രീതിയിലുള്ളൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുതന്നെയല്ല പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ സസ്പെൻഷനായിട്ട് വരുന്നത് ബജാജിൻ്റെ പേറ്റൻ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് സസ്പെൻഷൻ, ആ സസ്പെൻഷനാണ് വരുന്നത്. അതായത് ഈ സസ്പെൻഷനെ പറ്റി അത്യാവശ്യം ബജാജ് നല്ല കമൻറ്റൊക്കെ വരുന്നതാണ്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്, അധികം ഹാർഡൊന്നുമില്ല, യാത്രാസുഖമുണ്ട്, അങ്ങനെ ഒരു സസ്പെൻഷനാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് വീലിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പം സാധാരണ ഒരു വീലാണ് വരുന്നത്. 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ഇതിന് നല്ല പൊടിയുണ്ട് കേട്ടോ, പൊടിയുള്ള കണ്ട് എന്നെ കുറ്റം പറയുകയും ചെയ്തത്. കൃത്യ സാഹചര്യത്തിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ പൊടിയൊക്കെ കാണും. അപ്പോൾ ഈ വീല് ഒരു 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു കട്ട ടയറാണ് വന്നേക്കണേ. അപ്പോൾ ഇതും അത്യാവശ്യം ഓഫ് റോഡ് പർപ്പസിന് മൾട്ടിപർപ്പസ് ടയറാണ് ഇതിൻ്റെ ബാക്കിൽ വിട്ടേക്കണേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അതുപോലത്തെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സിംഗാമിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ സിംഗാമ്. ഇത് അത്യാവശ്യം നല്ല ബലമുള്ളൊരു സിംഗാമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ബജാജിൻ്റെ ഈ വാഹനത്തിൻ്റെ കീ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബജാജ് ഏത് വണ്ടി ഇറക്കിയാലും ഇതുപോലത്തെ ഒരു കീയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു വണ്ടിയുണ്ട്, അതിൻ്റെ കീയും ബജാജിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കീ ഇതുപോലെ കീ ആണ്, ചെറിയൊരു ഹോൾഡർ വരും. അപ്പോൾ ഇത് ചിലപ്പോൾ കൈ പിടിച്ചുകൊണ്ടാണെന്ന് ചിലപ്പോൾ കാണാതെ പോകും. നിങ്ങൾ തപ്പി നടക്കൊന്നും വേണ്ട, കിട്ടില്ല, കാരണം ഇത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഒരു നല്ലൊരു കിച്ചൺ വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ നേരെ നമുക്ക് കീ ഇട്ട് നോക്കാം. അപ്പോൾ കീ ഇട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷനിലേക്ക് വരുമ്പം ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സൊന്നും പ്രതീക്ഷിക്കേണ്ട നോർമൽ വണ്ടിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ അത് സ്പീഡോമീറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വാണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നേരെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇതാണ് സ്വിച്ചിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇതിൻ്റെ ഡിമ്മ ബ്രൈറ്റ് കാണാൻ പറ്റും. പിന്നെ ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഓൺ ഓഫ് അല്ല കേട്ടോ, സോറി തെറ്റിപ്പോയി. ഇൻഡിക്കേറ്ററിനെ അങ്ങോട്ട് മാറ്റുന്ന ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇതിൻ്റെ ഓൺ വരുന്നുണ്ട്. ഇതാണ് ഈ സെക്ഷനിലേക്ക് വരുന്നൊരു കാണാൻ. പിന്നെ ഇവിടെ മേളിൽ ഇതിൻ്റെ ഫ്ലാഷ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഹെഡ്ലൈറ്റ് ഓണായി കിടക്കില്ല, DRL ഓണായി കിടക്കും, അതറിയാലോ. പിന്നെ ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് സീറ്റ് കണ്ടോടെ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഈ മോഡൽ ഗ്രിപ്പാണ് സീറ്റ് കണ്ടോടെ തൊട്ട് വരുന്നത്. അത് ഇതിലേക്കും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അറിയാം, നോർമൽ ടൈപ്പ്. ബജാജിൻ്റെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ യമഹയുടെ ഇൻഡിക്കേറ്ററൊക്കെ ചിലപ്പോൾ യമഹ ഏത് വണ്ടി ഇറക്കിയാലും അങ്ങനെയാണല്ലോ, നേരത്തെ കുറ്റം പറയാറുണ്ട്, ഇൻഡിക്കേറ്റർ മാറ്റില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുമ്പം ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ വരുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഡിസ്കവർ മുതലായ വണ്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ബജാജിൻ്റെ പണ്ടത്തെ തൊട്ടുള്ളൊരു പേറ്റൻ്റ് ആയിട്ടുള്ള ഒരു മിററാണ് ഈ മിറർ. ആ മിറർ ഇതിൽ വണ്ടി വെച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ നമുക്ക് സൗണ്ട് വേണമെങ്കിൽ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് വലിയ ഇതൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അതാണ് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് വണ്ടി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ചാടിപ്പോകാൻ കേട്ടോ. അവിടെ വണ്ടിയാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇതാണ്. ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടുക. ഈ സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടായിട്ട് വരുന്നത്.
അത്യാവശ്യം നല്ല ബേസുള്ള സൗണ്ടാണ്. ചെറിയ വണ്ടിയെന്ന് നോക്കണ്ട, നല്ല ബേസില്ല. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. വണ്ടി മറ്റുള്ള സൈഡിലോട്ടൊക്കെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ സൈഡ് കൊണ്ട് നോക്കാം. ഇങ്ങനെ സൈഡ് വരുമ്പോൾ നമുക്ക് ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. 4 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. അത്യാവശ്യം ഈ വണ്ടിക്കൊക്കെ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡ് നല്ലൊരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലേഡീസിനൊക്കെ നന്നായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സാധനം ഞാൻ കാണിച്ചു ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആണ് വരുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആട്ടോ. അപ്പോൾ അത്യാവശ്യം 5.5 താഴെ ഹൈറ്റുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കുക കാലെത്തുന്നുണ്ടോന്ന്. എൻ്റെ ഇതുപോലെ 2 തുമ്പ് മാത്രമാണ് എത്തുള്ളൂ കാല്. അപ്പോൾ അങ്ങനൊരു ഇതിൻ്റെ അകത്ത് സീറ്റ് വെയിറ്റ് നമുക്ക് പറയാനുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 118 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു വെയിറ്റ്. അപ്പം ഓവറോളായിട്ട് വണ്ടീനെ പറ്റി ഇത്രയാണ് നമുക്കൊരു ഇത് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റൈഡ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ബജാജിൻ്റെ വണ്ടിയെ മാക്സിമം കുറ്റം പറയാമെന്നുള്ള ഉദ്ദേശത്തിൽ കയറിയോ എൻ്റെ വായ അടപ്പിച്ചാണ് ഈ വണ്ടി ശരിക്കും പിന്നെ ഒരു ഇമ്പ്രഷൻ തന്നത്. ഫസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിൻ ഭയങ്കരമായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബജാജിൻ്റെ CT 110 എന്ന് പറയുന്ന മറ്റേ പുതിയ മോഡലിൻ്റെ ഒരു റൈഡിങ് റിവ്യൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പക്ക ഇതായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ എന്താ പറയണേ, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ബജാജ് ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കുന്ന വണ്ടിയുടെ എഞ്ചിനിലാണെന്ന് എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് റിഫൈൻഡാണ് എഞ്ചിൻ. അത്യാവശ്യം ഒരു വൈബ്രേഷനോ സംഭവങ്ങളൊന്നും നമുക്ക് ഒരിടത്തും തന്നെ കിട്ടുന്നില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു വൈബ്രേഷൻ വന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ മുമ്പിലുള്ള ഈ ഇതിലാണ് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് സ്പീഡ് കയറുമ്പോൾ ചെറുതായിട്ട് ഈ വൈസർ ചെറുതായിട്ടൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അതൊക്കെ നോർമലാണ്, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് ആണ് വണ്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു കുറച്ച് ലോങ്ങൊക്കെ പോയാലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവാത്ത ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്, പിന്നെ വലിയ ഹാർഡ് സോഫ്റ്റ് അല്ലാത്തൊരു നോർമൽ ടൈപ്പ് നല്ല സസ്പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തുകൂടെയാണ് ടെസ്റ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് നല്ല സേഫായിട്ട് റൈഡ് ചെയ്യുക. അത്യാവശ്യം ഫാമിലിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന വണ്ടി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നു. എന്നാണ് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് വെച്ച് നമുക്ക് നോക്കുമ്പം ഒരു 80-നും 85-നും ഇടയ്ക്ക് മൈലേജ് കിട്ടാൻ സകല സാധ്യതയുണ്ട്. അപ്പം പിന്നെ എഞ്ചിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. നമ്മൾ പണ്ട് ബജാജിൻ്റെ വണ്ടി കയറുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതല്ല നമുക്ക് കിട്ടുന്നത്. നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് വണ്ടി കിട്ടുന്നത്. ഇത് പെർഫോമൻസ് വണ്ടി ഒന്നും കേട്ടോ, അങ്ങനെ നിങ്ങൾ ആരും ഉദ്ദേശിക്കില്ല. സാധാരണ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നോർമലി ഡേ ടു ഡേ കമ്മ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും നോക്കാനുള്ളൂ. അല്ലാതെ ഒരുപാട് ഹൈ പെർഫോമൻസ് അങ്ങനെ സംഭവങ്ങൾ ഇട്ട് നോക്കേണ്ട ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഗിയറൊക്കെ കിട്ടുന്നത്. ഗിയറിന് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഗിയർ നമുക്ക് മാറാൻ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു നോർമൽ ടോർക്കൊക്കെ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലും വണ്ടി നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ. പിന്നെ ഇതിൻ്റെ വേറൊരു കോമഡി എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ പാർക്ക് ലൈറ്റിന് അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. അതിട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. ഇവിടെ ചില ആൾക്കാർ അങ്ങനെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ഇത് ഓണാക്കാൻ അറിയാൻ പറ്റാത്ത ചില ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല വെട്ടം പാർക്ക് ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാർക്ക് ലൈറ്റിനും പെട്ടുള്ള പിന്നെ ഹെഡ് ലൈറ്റിനാണെങ്കിലും ആവറേജ് ഒരു സ്പീഡ് ഉണ്ട്. അങ്ങനത്തെ ഇതിനും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ്, ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്യാനും ഡെയിലി ടൂർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയൊരു വണ്ടിയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഈ ചെറിയ ടെസ്റ്റ് റൈഡോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബജാജിൻ്റെ CT 110 എന്ന് പറയുന്ന വണ്ടീനെ പറ്റി നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമുക്ക് വണ്ടി കിട്ടിയത് ഏകദേശം 500 കിലോമീറ്ററുള്ള വണ്ടിയാണ്, 500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അപ്പം ആ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ഇംപ്രഷനാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വണ്ടി മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ വണ്ടി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തൊരു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ CT 110 എന്ന് പറയുന്ന വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിന് ശേഷം നമ്മുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതിലേക്ക് മുതൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.